പത്തനംതിട്ട കലഞ്ഞൂരിൽ ഒരു ചപ്പാത്ത് കാരണം പൊറുതിമുട്ടിയിരിക്കുകയാണ് ഒരു കൂട്ടം മനുഷ്യർ. നല്ലൊരു മഴ പെയ്താൽ വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയാണ്. വലിയപള്ളി കുറ്റുമണ്ണ് റോഡിലെ ചപ്പാത്ത് പൊളിച്ച് ചെറിയ പാലം പണിയണം എന്നാണ് അവിടുത്തെ നാട്ടുകാരുടെ ആവശ്യം. കാണുമ്പോൾ ശാന്തമെന്ന് തോന്നുമെങ്കിലും ഒരു മഴ പെയ്താൽ ഈ മനുഷ്യരുടെ ജീവിതം നരക തുല്യമാണ്. അധികാരികൾക്ക് മുമ്പിൽ പരാതി പറഞ്ഞു മടുത്തു, പക്ഷേ ഒരു പ്രയോജനവുമില്ല. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയോട് ചേർന്ന് കടന്നുപോകുന്ന കലഞ്ഞൂർ വലിയപള്ളി കുറ്റുമൺ റോഡിലെ ചപ്പാത്ത് പൊളിച്ച് പാലം പണിയണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് പഴക്കം ഒരുപാടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച ചപ്പാത്തിനടിയിലെ ചെറു പൈപ്പിലൂടെയാണ് വലിയ തോട് കടന്നുപോകുന്നത്. കനത്ത മഴ പെയ്താൽ കൂടൽ രാജഗിരി മേഖലയിൽ നിന്നുൾപ്പെടെ ഒഴുകിയെത്തുന്ന മലവെള്ളവും മാലിന്യവും പൈപ്പിൽ നിറയും. ഒഴുക്ക് തടസ്സപ്പെടും. ഈ മനുഷ്യരുടെ ജീവിതം ദുസ്സഹമാകും. ഒഴുക്ക് തടസ്സപ്പെടുന്നതോടെ ചപ്പാത്തിന് മുകളിലൂടെ വെള്ളം കയറി ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെടും. ശക്തമായ മഴയുള്ള സമയത്ത് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലേക്കും സമീപ പ്രദേശങ്ങളിലെ വീടുകളിലേക്കും വെള്ളം കയറുന്നത് പതിവെന്നും നാട്ടുകാർ പറയുന്നു. എൻ്റെ നേരെ ബാക്കിലാണ്, ഓവിൻ്റെ താഴ്വശത്താണ് ഈ വീട്. ആ വീട്ടിനകത്ത് രാത്രി കിടന്നുറങ്ങാനൊക്കാത്ത രീതിയിലാണ്. രാത്രി 12 മണിക്കൊക്കെയാണ് മുറ്റത്തൂടെ വെള്ളം കയറുന്നത്. ആ ചെറിയ പാലം ഇട്ടിട്ടുണ്ട്, അതേ കൂടെ ഞങ്ങൾ കയറി പോകുന്നത്. അത് എത്രയും പെട്ടെന്ന് ഈ പാലം പുതുക്കി പണിഞ്ഞ് കിട്ടണം. ഒരുപാട് വീടുകൾ അക്കരെ കരയ്ക്കോട്ട് ആർക്കും പോകാനൊക്കത്തില്ല. എൻ്റെ ചെറിയ പാലത്തെ കൂടാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു 10 ഇരട്ടി വെള്ളം ഇതിലെ പോകേണ്ട ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു 1/2 മീറ്റർ പൈപ്പാണ്. 1/2 മീറ്റർ പൈപ്പ് 4 എണ്ണമാണ് ഇട്ടേക്കുന്നത്. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ നീളത്തിൽ വെള്ളം കെട്ടിയിരിക്കുകയാണ്. ഇവിടെ വരുന്ന വേസ്റ്റ് മൊത്തം ആഴ്ചയിൽ 2 പ്രാവശ്യം വീതം ഞങ്ങൾ വാരി മാറ്റേണ്ട ഞങ്ങളുടെ ഒരു ജോലിയായിട്ട് മാറ്റിക്കണം. ഞങ്ങളുടെ കൃഷിസ്ഥലം ഇവിടെ നിന്നുള്ള കൃഷിസ്ഥലങ്ങളൊന്നും കൃഷി ചെയ്യാൻ വയ്യാത്ത രീതിയിലേക്ക് വെള്ളം കെട്ടി നിൽക്കുന്നതാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. നിരവധി തവണ പഞ്ചായത്ത് അധികൃതരെയും മറ്റ് ജനപ്രതിനിധികളെയും പരാതി അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് പ്രദേശവാസികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേസ്റ്റ് വന്ന് അടിഞ്ഞ് പല പ്രാവശ്യം പല അധികാരികൾക്കും പറഞ്ഞിട്ടും ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനാൽ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി പ്രദേശവാസികളുടെ ആശങ്ക അകറ്റണം. ഇവിടെ തൊട്ടടുത്ത ഹോളോബ്രിക്സ് നടത്തുന്ന ഒരു കമ്പനിയുടെ JCB നമുക്ക് കിട്ടുന്നതും വാടകയ്ക്ക് എടുത്തിട്ടാണ് പല പ്രാവശ്യവും നമ്മളിതിൻ്റെ വേസ്റ്റുകൾ കോരി മാറ്റുന്നത്. മനുഷ്യർക്ക് ഇത് കോരി മാറ്റാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിന് മുൻപ് ഒരു ബൈക്ക് വെള്ളത്തിൽ ഒഴുകിപ്പോയിട്ടുണ്ട്, ഓട്ടോറിക്ഷ മറിഞ്ഞിട്ടുണ്ട്. പല ആളുകളും അബദ്ധത്തിൽ ഈ പൈപ്പിനിടയിൽ വന്ന് പെടുകയും കഴിഞ്ഞ വെള്ളപ്പൊക്ക സമയത്ത് തൊട്ടടുത്ത വീട്ടിലെ ഒരു പോത്ത് പൈപ്പിൻ്റെ ഇടയിൽ കയറി അത് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പം നിരവധി തരത്തിലുള്ള നഷ്ടങ്ങൾ ഈ പൈപ്പ് ഇവിടെ സ്ഥാപിച്ചതിൻ്റെ ഫലമായിട്ട് പ്രദേശവാസികൾക്കുണ്ടാകുന്നുണ്ട്. തിരഞ്ഞെടുപ്പിന് ശേഷമെങ്കിലും വാക്കു പറഞ്ഞവർ ഒരു ചെറിയ പാലം പണിത് പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ സമരപരിപാടികളിലേക്ക് കടക്കാനാണ് ഈ മനുഷ്യരുടെ തീരുമാനം. അടുത്ത മഴക്കാലത്തിന് മുമ്പെങ്കിലും ഇവരെ ഒന്ന് പരിഗണിക്കണം. ശക്തമായി മഴ പെയ്താൽ തോട്ടിൽ വെള്ളം ഇരച്ചെത്തിയാൽ ആകെ മുങ്ങുന്ന അവസ്ഥയിലാണ് ഈ മനുഷ്യർ. ഇവരാവശ്യപ്പെടുന്നത് ചെറിയൊരു പാലം മാത്രമാണ്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.